ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. സൗന്ദര്യ പ്രശ്നങ്ങൾ നമുക്കറിയാം, ഓരോ സീസണിലും അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾ, ചർമ്മ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. മഞ്ഞുകാലത്ത് വരണ്ട ചർമ്മം, അങ്ങനെ മഞ്ഞുകാലത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ മഞ്ഞ് മാറി നമുക്ക് വേനൽക്കാലമായി. ഇനി വീണ്ടും ഇതേപോലെ സൗന്ദര്യം സംരക്ഷിക്കുന്നവരുടെ ഒക്കെ ഒരു അല്പം കൂടെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അല്പം ഉറക്കം കെടുത്തുന്ന ഒരു കാലമാണ് വേനൽ എന്ന് പറയുന്നത്. ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ സൗന്ദര്യത്തിനും ഇച്ചിരിയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം. ദാഹം, ക്ഷീണം, അമിത വിയർപ്പ്, ചർമ്മരോഗങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അമിത വിയർപ്പും ദാഹവുമാണ്. അമിതമായ വിയർപ്പും വെയിലും കൊണ്ട് ചർമ്മം കരുവാളിക്ക്, നിർജ്ജീൽ, അതായത് വാട്ടർ കണ്ടന്റ് പോകുന്നത് ഒക്കെ വേനൽക്കാലത്ത് സാധാരണ. ഇതൊക്കെ മറ്റ് സൗന്ദര്യ പ്രശ്നങ്ങളിലോട്ട് നയിക്കും. അതുകൊണ്ട് തന്നെ ശരീരം വിയർക്കുന്നതിലൂടെ ജലാംശം കുറയും, ക്ഷീണവും തളർച്ച അനുഭവപ്പെടും. സൗന്ദര്യം മാത്രമല്ല, ആരോഗ്യത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റും, മറ്റ് കാലാവസ്ഥയെ കുടിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്താണ്. അപ്പം വേനൽക്കാലത്തെ സൗന്ദര്യ പ്രശ്നങ്ങളിൽ നിന്ന് മാറാൻ, അല്ലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായി സൗന്ദര്യത്തിന്റെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ വെയിലേറ്റ് ചർമ്മം കരുവാളിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞാല് 4 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ തേനും 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും. 4 ടേബിൾ സ്പൂൺ പാല്, 1 ടേബിൾ സ്പൂൺ തേന്, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. ഇത് നന്നായി യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റ് ശേഷം തണുത്ത വെള്ളത്തിൽ, 15 മിനിറ്റ് ഇതിങ്ങനെ വെച്ചിരുന്നതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. 3 ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യുന്നത് ചർമ്മത്തിന്റെ കരുവാളിപ്പ് മാറ്റി സ്വാഭാവിക നിറം നിലനിർത്താൻ സഹായിക്കും. ഇല്ലെങ്കിൽ തൈരും തേനും നാരങ്ങാനീരും, ഇപ്പൊ പാലില്ലെങ്കിൽ തൈരും തേനും നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാലും മതി. ഇതും ചർമ്മത്തിന് നിറം നൽകാൻ വളരെ നല്ലതാണ്. പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള നല്ല രീതിയിൽ ഭംഗിയോട് തന്നെ ഇരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന മറ്റൊന്നാണ് സ്വാഭാവികമായിട്ട്, അതായത് സ്വാഭാവിക ഭംഗിക്ക് വേണ്ടി ചെയ്യാവുന്നത്. കടുത്ത വെയിലും ചൂട് കാറ്റും ഒക്കെ കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് നമ്മുടെ മുഖത്തിന്റെ സ്കിന്നാണ്, അല്ലെ. ബാക്കിയെല്ലാം നമ്മൾ കവേർഡായിട്ട് നമുക്ക് കവർ ചെയ്യാവുന്നതും ഒക്കെയാണ്. പക്ഷെ മുഖം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലൊക്കെ സഹിക്കുക, അതൊക്കെ ഏക്കുന്നത് മുഖത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ മുഖചർമ്മത്തിലെ നമ്മുടെ ഔട്ടർ പാളി, ആ ഒരു ഔട്ടർ ലെയർ, ആ പുറം പാളിയിൽ അഴുക്ക് അടിഞ്ഞുകൂടി ചർമ്മം ഡ്രൈ ആവാന്, പാട് വീഴാനൊക്കെ കാരണമാവും. അപ്പം പ്രകൃതിദത്തമായ ഒരു എക്സ്ഫോളിയേഷൻ ആണ് നമുക്ക് ഇതിനൊരു പ്രതിവിധി. അതായത് 1 ടേബിൾ സ്പൂൺ ഓട്സ്, 1 ടീസ്പൂൺ ഓട്സ്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇവ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് ഉപയോഗിച്ച് 2-3 മിനിറ്റ് മുഖത്ത് ഉരസുക. നമ്മൾ സ്ക്രബിങ്ങിനെ ഉരസുന്ന പോലെ ഈ 1 ടീസ്പൂൺ ഓട്സും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഉരയ്ക്കുക. അങ്ങനെ മുഖത്ത് കുറച്ചു നേരം ഒന്ന് ഉരസിയതിന് ശേഷം ഉണങ്ങാൻ അനുവദിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. 1 ടീസ്പൂൺ അതേപോലെ ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ കടലമാവും 1 ടീസ്പൂൺ നാരങ്ങാനീരും 3 മല്ലിയില, അല്പം തൈര് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 3 മല്ലിയില. ഇത് തൈരിനകത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതേപോലെ മുഖത്ത് കുറച്ചു നേരം വെച്ചിരുന്ന് അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുന്നത് മുഖം എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. പിന്നെ ചർമ്മത്തിനൊരു തിളക്കം വരാൻ പൈനാപ്പിളിന്റെ പൾപ്പ്, പപ്പായയുടെ പൾപ്പ്, മഞ്ഞൾ നന്നായി മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും പുരട്ടുക. 20 മിനിറ്റ് ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളരിക്കയുടെ നീര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, മഞ്ഞൾ, തുളസി, ഇത് ഇത്രയും കൂടെ യോജിപ്പിച്ച് മുഖത്ത് പുരട്ടായിട്ട് ഉറങ്ങുമ്പോൾ കഴുകിക്കളയാം. അതായത് മുഖക്കുരു ഉള്ളവർക്ക് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളരിക്കയുടെ നീര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, മഞ്ഞൾ, തുളസി, ഇത് യോജിപ്പിച്ച് മുഖത്ത് പുരട്ടി ഉറങ്ങുമ്പോൾ കഴുകിക്കളയാം. കണ്ണിനെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കണ്ണിന് പെട്ടെന്ന് രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണും മുഖവും ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളത്തിൽ കഴുകണം. കണ്ണിൽ ഇളനീർ കുഴമ്പ് ഒഴിക്കുന്നത് നല്ലതാണ്. ചെറിയ നീറ്റൽ അനുഭവപ്പെടും, എങ്കിലും അത് ഒരുപാടാണ്. പിന്നെ യാത്രകളിൽ പൊടി ഏൽക്കാതെ സൂക്ഷിക്കണം. ബൈക്കിൽ മറ്റും പോകുമ്പോൾ സൺഗ്ലാസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം, എത്ര നേരം വെയിലത്തൂടെ നിൽക്കുവാണെങ്കിൽ ഒരു 3.5 ലിറ്ററോളം വെള്ളം നമ്മൾ കുടിക്കേണ്ട ആവശ്യമാണ്. ദാഹം തോന്നുന്നത് വരെ കാത്തിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ചർമ്മത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ഒരു മൺകൂജയിൽ സൂക്ഷിച്ചാൽ ഒരു കുളിർമയുള്ള രീതിയിൽ നമുക്ക് കിട്ടും. നമ്മൾ വീട്ടിലാണെങ്കിലും മൺകൂജയിൽ സൂക്ഷിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പൊ നമുക്ക് തണുപ്പോട് കൂടി നല്ല നമുക്ക് അതിനൊരു റീഫ്രഷിങ് ഫീൽ കിട്ടും. പിന്നെ കുറെ വെള്ളം ഒറ്റയടിക്ക് കുടിക്കാതെ കുറേശ്ശെ വെള്ളം പല പല സമയത്തായിട്ട് കുടിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ സമയത്ത് കുടിക്കാൻ പറ്റുന്നതാണ് നമുക്ക് എപ്പോഴും ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം. ഇതൊക്കെ ശരീരത്തിലെ ക്ഷീണം അകറ്റി നല്ല ഉന്മേഷത്തോടെ നിർത്താൻ നമ്മളെ സഹായിക്കും. വെറും വെള്ളം കുടിക്കുന്നതിനേക്കാൾ ഇടവിട്ട പല ജ്യൂസുകളോ എന്തെങ്കിലും, അല്ലാതെ ഇപ്പം മാമ്പഴമൊക്കെ ഉണ്ട്, പഴച്ചാറ് പോലെ അങ്ങനെയൊക്കെ കുടിക്കാമെങ്കിൽ അത് ഒത്തിരി ഉത്തമമാണ്. ഉന്മേഷവും സൗന്ദര്യവും ഒക്കെ കിട്ടും. കാരണം മാമ്പഴം വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം പുളിശ്ശേരി, പച്ചടി ഇതൊക്കെ നമുക്ക് കറികളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ തണ്ണിമത്തൻ, ഓറഞ്ച്, മുന്തിരി ഇതൊക്കെ ഈ സമയത്ത് കിട്ടുന്നത് കാര്യങ്ങളും കൊണ്ടാണ്. ഇപ്പൊ ജ്യൂസാക്കി കുടിക്കുന്നതും ഒക്കെ ശരീരത്തിനൊരു തണുപ്പും അതേപോലെ നല്ലൊരു അഴകും തിളക്കവും ഒക്കെ പ്രദാനം ചെയ്യാൻ നല്ലതാണ്. ഭക്ഷണം മിതമായ അളവിൽ മതി. കാരണം വേഗം ദഹിക്കുന്ന ഭക്ഷണമേ നമുക്ക് വേനലിൽ കഴിക്കുന്നത് നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ അരി ഗോതമ്പും കൂടുതൽ ഉപയോഗിച്ച് മീനും ഇറച്ചിയൊക്കെ അവോയ്ഡ് ചെയ്ത് മാക്സിമം, പിന്നെ അതുകൊണ്ട് തന്നെ ഇളനീരും ലൈമും മോരും വെള്ളവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ച് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട്, പിന്നെ നമുക്കറിയാം ഇപ്പം എനർജി വേണമെങ്കിൽ എപ്പോഴും നമുക്ക് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് അരി ഗോതമ്പൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം. എന്നാലും ഇറച്ചി മീനും ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ പ്രതിരോധ ശക്തി ഒരുപാട് കുറയുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറിയ, അതായത് വയറിളക്കം, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം അതുപോലൊക്കെയുള്ള രോഗങ്ങൾ വ്യാപിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണം പാകം ചെയ്യാൻ ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക. അതേപോലെ തന്നെ വെള്ളം കുടിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുക. 2 നേരം കുളിക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. വെയിലത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ എന്തെങ്കിലും തേച്ചുകൊണ്ട് മാത്രം ഇറങ്ങുക. മേക്കപ്പ് പരമാവധി കുറയ്ക്കുക. കാരണം ഓൾറെഡി സ്കിന്നിന്റെ പോഴ്സിലൊക്കെ ഈ വേർപ്പും എല്ലാം കാരണം ഇങ്ങനെ അടഞ്ഞിരുന്ന് കുരുക്കളും ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് മേക്കപ്പ് ഈ ഒരു സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഒരുപാട് ക്രീമുകളൊക്കെ തേച്ചാൽ അത് പിന്നെയും അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ബെറ്റർ മേക്കപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇച്ചിരി കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേനലിലും നമുക്ക് സുഖമായിട്ട് അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും അധികം ഇല്ലാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും.